ഖരീഫ് സീസണിൽ സലാല സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ദിവസത്തെ ഐറ്റ്നറി പറഞ്ഞുതരാവേ. സലാലയിലെത്തി ഫസ്റ്റ് ദിവസം നമുക്ക് നേരെ ഈസ്റ്റ് സലാലയിലേക്ക് പോകാം. ഈസ്റ്റ് സലാലയിൽ ആദ്യം തന്നെ നമുക്ക് എയിൻ റസാത്ത് കാണാം. എയിൻ റസാത്തിലെ കേവുകളും അതുപോലെ ബോട്ടിങ്ങും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് നേരെ വാദി ദർബത്ത് ഏരിയയിലേക്ക് പോകാം. അവിടെ വാദി ദർബത്ത് വ്യൂ പോയിന്റും അതുപോലെ വാദി ദർബത്ത് വാട്ടർഫാളും ഒക്കെ കണ്ടതിന് ശേഷം നേരെ താഴെ എത്തി വാദി ദർബത്ത് പാർക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. വാദി ദർബത്തിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് തവി യാത്തേർ സിങ്കോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തവി യാത്തേർ സിങ്കോൾ കണ്ടതിന് ശേഷം ഇനി നമുക്ക് നേരെ ജബൽ സമ വ്യൂ പോയിന്റിലേക്ക് പോകാം. ജബൽ സമ വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പോകേണ്ടത് ഗ്രാവിറ്റി പോയിന്റിലേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാവിറ്റി പോയിന്റിൽ ചെന്ന് നമ്മുടെ വാഹനം ന്യൂട്രൽ കയറ്റം കയറുന്ന പരിപാടിയൊക്കെ ആസ്വദിക്കുന്നതോടുകൂടി നമ്മുടെ 1-ാം ദിവസം അവസാനിച്ചു. ഇനി നമുക്ക് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. 2-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് നമുക്ക് നേരെ വെസ്റ്റ് സലാല കാണുന്നതിനായിട്ടാണ് പോകേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇഫ്താൽക്യുറ്റ് വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഫ്താൽക്യുറ്റ് വ്യൂ പോയിന്റിന്റെ അടുത്തായിട്ട് തന്നെയാണ് റെക്ഡ് ഷിപ്പ് വ്യൂ പോയിന്റ് ഉള്ളത്. നമുക്ക് ആ ഒരു ഭാഗത്ത് പോയി കടലിൽ അടിഞ്ഞു കിടക്കുന്ന ആ ഒരു ഷിപ്പിനെയൊക്കെ കാണാം. അതിനുശേഷം അവിടെ നിന്നും നേരെ നമുക്ക് മുഹസൈൽ ബീച്ചിലേക്ക് പോകാം. മുഹസൈൽ ബീച്ചിലാണ് മർനീഫ് കേവും അതുപോലെ നാച്ചുറൽ ബ്ലോ ഹോളും ഒക്കെ ഉള്ളത്. അങ്ങനെ മുഹസൈൽ ബീച്ചിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഫസായ ഹിഡൻ ബീച്ച് കാണുന്നതിനായി പോകാം. അങ്ങനെ ഫസായ ഹിഡൻ ബീച്ചിൽ നിന്നും നമുക്ക് നേരെ പോകേണ്ടത് സലാലയിൽ പുതിയതായി ആരംഭിച്ച ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഷാത്ത് വ്യൂ പോയിന്റിലാണ്. അപ്പോൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. അങ്ങനെ 3-ാം ദിവസം രാവിലെ തന്നെ നമുക്ക് നബി അയ്യൂബ് ടോംബ് കാണുന്നതിന് വേണ്ടി പോകാം. നബി അയ്യൂബിൽ നിന്നും നേരെ എയിൻ സഹലൂലിലേക്ക് പോകാം. എയിൻ സഹലൂലിൽ നിന്നും ഇറങ്ങി ഗീർ ഫോറസ്റ്റിലൂടെ ഡ്രൈവ് ചെയ്ത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് ഐൻ ഗോജോബ് വാട്ടർഫാൾ കാണുന്നതിന് വേണ്ടി പോകാം. ഐൻ ഗോജോബിൽ നിന്നും നേരെ ഇറങ്ങി വാദി നഹീസിലേക്ക് പോവുക. അങ്ങനെ വാദി നഹീസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ തിരിച്ച് സലാലയിലെത്തി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ആഫ്റ്റർനൂണിൽ നമുക്ക് ഹഫ ബീച്ചും ഹഫ സൂക്കും ഒക്കെ കാണുന്നതിന് വേണ്ടി പോകാം. അങ്ങനെ ഹഫ ബീച്ചും ഹഫ സൂക്കും ഒക്കെ കണ്ടതിന് ശേഷം ഇതിനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങിൻ തോപ്പും വാഴത്തോപ്പും ഒക്കെ ആസ്വദിച്ച് കരിക്കൊക്കെ വിൽക്കുന്ന കടകളിൽ പോയി കരിക്ക് കുടിക്കുന്നതോടുകൂടി നമ്മുടെ 3-ാം ദിവസത്തെ യാത്രയും അവസാനിക്കുകയാണ്. അപ്പോൾ സലാല സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഐറ്റ്നറി ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. താങ്ക്